ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പുറമേയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ ഉള്ളൊക്കെ സ്പോഞ്ചി ആയിട്ടുള്ള കോക്കനട്ട് കേക്കാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ഒന്ന് പൂണ്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടെടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിത് ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ളൊരു അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലോട്ടൊരു അര ടീസ്പൂൺ വനില എസൻസും 1 ടേബിൾ സ്പൂൺ നെയ്യും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മുട്ടയും പഞ്ചസാരയും എല്ലാം നല്ല പെർഫെക്റ്റായി തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മൈദ ഒന്ന് തരിച്ചെടുത്താണ് ചേർക്കുന്നത്. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി മാവൊന്ന് കുറച്ച് ലൂസാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിതിലോട്ട് ഒരു 1/4 ഗ്ലാസ് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഞാനിതൊരു 2-3 സെക്കൻഡ് കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോക്കനട്ട് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സാക്കി എടുക്കാം. ഈ സമയം ഞാൻ ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നല്ല പെർഫെക്റ്റായി തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിക്നെസ്സോടെ തന്നെ ഇരിക്കണം. ഞാനിവിടെ ഒരു കേക്ക് ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ കൂടെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബാറ്റർ മുഴുവനായിട്ടും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്തെങ്കിലും ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോളും. ഇനി ഇതിൻ്റെ മേലെ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കോക്കനട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അലുമിനിയം പാത്രം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് ടിന്ന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ശേഷം ഇത് അടയ്ക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോഴിത് 30 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് എന്തായെന്ന് തുറന്ന് നോക്കാം. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള പുറമേക്ക് നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കോക്കനട്ട് കേക്ക് റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ടാണല്ലേ ഈ ഒരു കോക്കനട്ട് കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി കോക്കനട്ട് കേക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.